ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പിന്തുണയുമായി CPI ജില്ലാ കമ്മിറ്റി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഉന്നതിയിൽ താമസിക്കുന്ന ആളുകളെ കുടിയൊഴിപ്പിക്കാനുള്ള ഏതൊരു നീക്കത്തെയും തടയുമെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിക്കുമെന്ന തരത്തിൽ DCC പ്രസിഡന്റ് CP മാത്യുവിന് പിന്തുണ നൽകിയ CPIM പ്രാദേശിക നേതാവിന്റെയും പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്ന എല്ലാ നീക്കത്തെയും ചെറുക്കുമെന്ന് വ്യക്തമാക്കി CPI ജില്ലാ സെക്രട്ടറിയും LDF കൺവീനറുമായ K. സലിംകുമാർ രംഗത്തെത്തിയത്. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാനകളെ അവിടെ നിന്നും മാറ്റുന്നതിനു പകരം അവിടെ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ച വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ നടത്തുന്ന ഉദ്യോഗസ്ഥ ഭൂമാഫിയ കൂട്ടുകളുടെ ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും സലിംകുമാർ ആവശ്യപ്പെട്ടു. ഉന്നതിയിലെ നിവാസികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം കാണുവാൻ വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഭൂമാഫിയായി രംഗത്ത് വന്നിരിക്കുകയാണ്. ജനവാസ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആനകളെ നീക്കം ചെയ്യുന്നതിന് പകരം ജനവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന കൃഷിക്കാരെയും ഉന്നതിയിൽ താമസിക്കുന്ന ആളുകളെയും കുടിയൊഴിപ്പിക്കുവാനുള്ള നീക്കം ശക്തമായി CPI ചെറുക്കുമെന്നുള്ള വിവരം ഈ അവസരം അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് അക്രമകാരികളായിട്ടുള്ള ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ പ്രവേശിക്കുന്ന കൃഷിയിടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും വനഭൂമിയാക്കിക്കൊണ്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ചില കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ അവസരം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. റവന്യൂ ഭൂമി മാത്രമുള്ള ചിന്നക്കനാൽ വില്ലേജിൽ ആനത്താരയുടെ പേരിൽ കൃഷിക്കാരെയും തൊഴിലാളികളെയും അവരുടെ കൃഷിഭൂമിയിൽ നിന്നും താമസിക്കുന്ന വീടുകളിൽ നിന്നും ഒഴിപ്പിച്ച് വനഭൂമിയാക്കുവാനുള്ള ബോധപൂർവമായ നീക്കമാണ് വനം വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് സലിംകുമാർ കുറ്റപ്പെടുത്തി. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സലിംകുമാർ പറഞ്ഞു. ജില്ലയിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി വനം വകുപ്പ് മന്ത്രി പങ്കെടുത്ത് സർവകക്ഷി യോഗം വിളിക്കണമെന്നും LDF കൺവീനർ കൂടിയായ സലിംകുമാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ ചിന്നക്കനാൽ.